പാട്ടിന്റെ കാര്യത്തില് എങ്ങനെയാണ് നോക്കട്ടെ, ഒരു കാര്യം കൂടെ പറയാണ്. നമ്മള് വളരെ ഇവിടെ ഒരു പാട്ട് കേൾക്കാനുള്ള മാനസികാവസ്ഥയിൽ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്യാനെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റി. എത്രയോ പേര് ഈ ആശുപത്രികളിലൊക്കെ വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിച്ച് കൈയും കാലും വയ്യാണ്ട് ഒരു പാട്ട് പോയിട്ട് ഒരു ഒന്നിനും ജീവിക്കാനേ തോന്നുന്നില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത് എത്ര പേര് നമ്മുടെ ബന്ധുക്കാരായിട്ട് നമ്മുടെ വീടിനടുത്തുമൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ജോലി തിരക്കുള്ള ആൾക്കാരാണ്. അതൊക്കെ മാറ്റി വെച്ച് ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിച്ച് നോക്കി ഒരിക്കലും നഷ്ടമല്ല. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിലെ സ്ട്രെസ് മാറും. ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വലിയ വിഷമങ്ങൾ വെച്ച് ഇരുന്നിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് ആശ്വസിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരല്ല, ഞാനടക്കം. പക്ഷേ ഇത് മാക്സിമം നിങ്ങൾ മുതലാക്കുക. എന്നെ നിങ്ങൾ പിഴിഞ്ഞെടുക്കുക, എന്നിലുള്ള എനർജി നിങ്ങൾ ഊറ്റിയെടുക്കുക. നാളെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി പാടിയാലും അത്ര ശരിയാവാത്ത രീതിയിൽ ആ എനർജി മൊത്തം ഞാൻ നിങ്ങൾക്ക് തരും. അതൊന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന എങ്ങനെ കൈയടിച്ച് അങ്ങനെ മനസ്സറിഞ്ഞ് ആസ്വദിച്ച്. അപ്പൊ നാളെ ഓഫീസിലും തിരിച്ച് ജോലിയിലൊക്കെ കയറുമ്പോൾ എല്ലാവരും ചോദിക്കണം, അയ്യോ എന്ത് പറ്റി ആനക്കുട്ടി ഇന്നലെ ഒരു ഫേഷ്യൽ ചെയ്തോ? അപ്പൊ പറയണം, അല്ല നമ്മുടെ റിമിറ്റമ്മയുടെ പരിപാടി കൂടി, അതുകൂടി എന്റെ എല്ലാ അസുഖവും മാറി.